ഹായ് ഓൾ. ലാസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടായി നമ്മുടെ ബാക്ക് ടയറിൽ നിന്ന് ചെളി അടിച്ച് മോണോഷോക്കിൽ കയറാതിരിക്കാൻ വേണ്ടി ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു മഡ് ഫ്ലാപ്പ് വയ്ക്കണ്ടേ. അപ്പോൾ ആ വീഡിയോസ് കണ്ടവരെല്ലാവരും വണ്ടിയുടെ ആക്സറീസൊക്കെ എവിടെ നിന്നാണ് ചെയ്തത്. കുറേ പേര് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടോ മഡ് ഫ്ലാപ്പിൻ്റെ. കുറേ പേർക്ക് അറിയില്ലാത്തതുണ്ടായി. ചിലരൊക്കെ പറഞ്ഞു അത് ഓൺലൈനിൽ അവൈലബിൾ ആണ് അങ്ങനെയൊക്കെ. ഓക്കെ, എന്നിരുന്നാലും എല്ലാവർക്കും കൂടുതൽ ആൾക്കാരും ചോദിച്ചു നമ്മുടെ ആക്സറീസൊക്കെ എവിടെ നിന്നാണ് ചെയ്തതെന്നാണ്. ആക്സറീസ് എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ കൊടുത്താണ്. കുറേയൊക്കെ ആമസോണിൽ നിന്നാണ്. ഈ ടാങ്ക് ടൈയൊക്കെ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. 2-3 പേര് ചോദിച്ചു, പക്ഷേ ഞാൻ അതിപ്പോൾ നോക്കിയിട്ട് അവൈലബിൾ അല്ല ആ ഒരു പ്രൊഡക്റ്റ്. ഇല്ലെങ്കിൽ ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ക്രോമിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. ചില വെബ്സൈറ്റിലൊക്കെ സാധനം കാണിക്കുന്നുണ്ട്. ഒരു 400 ഒരു സംതിങ് അറിഞ്ഞു ഞാനന്ന് എടുത്തപ്പോൾ അതിൻ്റെ റേഞ്ച്. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ചെറിയ ചെറിയ മെയിൻ്റെനൻസ് കാര്യങ്ങൾ, ഓയിൽ ചേഞ്ച് എല്ലാം നമ്മൾ തന്നെ അറിഞ്ഞിരിക്കുകയാണ് നല്ലതാണ്. കാരണം ചെറിയ ചെറിയ വർക്കിന് വേണ്ടി നമ്മൾ ഈ ഓരോ വർക്കിന് വേണ്ടി കൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ സമയം പോകും. അതുപോലെ തന്നെ കോസ്റ്റ് നമുക്ക് ഫെയർ ആവില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം മെയിൻ്റെനൻസ് എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ചില കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചതൊന്നുമല്ല. എനിക്ക് എൻ്റെ റൈഡിങ്ങിന് കംഫർട്ടായിട്ടുള്ള ആക്സറീസ് കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഞാൻ വണ്ടിയിലെ മെയിൻ്റെനൻസ് എല്ലാം തന്നെ ചെയ്ത് പഠിച്ചതാണ്. ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാകാം, അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ തന്നെ തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമല്ലോ. കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വണ്ടിയുടെ ഒരു ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ്. അടുത്തതായി നമുക്ക് വണ്ടിയുടെ കുറച്ച് മെയിൻ്റെനൻസൊക്കെ ഉൾപ്പെട്ട വീഡിയോസാണ് വന്നത്. ഇപ്പം മഴക്കാലമൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ബെയറിങ്സ് എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യണം, കോൺസെറ്റ് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ കാലിബർ എല്ലാം ക്ലീൻ ചെയ്യണം. അങ്ങനത്തെ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.